അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കൂള് അധ്യാപകർ ആ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് എന്താണ് എന്ന് പരിശോധിക്കുകയും വേണം. സാധാരണ ഡ്രഗ്സിന് ഇരയാകുമ്പോൾ അതേവരെയുള്ള സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അത് വേഗം മനസ്സിലാക്കാൻ കഴിയുക അധ്യാപകർക്കാണ്. അതിൽ എൻ്റെ സ്കൂളാണല്ലോ, സ്കൂളിൻ്റെ പേര് മോശമാകും പ്രശസ്തി എന്ന ഒരു ചിന്ത പാടില്ല. നമുക്ക് ഇപ്പോൾ അത് കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും, വിരലെണ്ണാവുന്നവരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതാകും. ആ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഇതിൽ നിന്ന് മുക്തരാക്കലാണ് ആവശ്യം. അപ്പോൾ അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കടന്ന കേസാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അയ്യോ, കുട്ടീനെ എങ്ങനെ അങ്ങനെ കൊണ്ടുപോവുക എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആവശ്യമായി വരും. അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ഇതേ നില തന്നെ കുടുംബവും സ്വീകരിക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും കുടുംബവും എൻ്റെ മകനോ മകളോ ഇപ്പോൾ രണ്ടു കൂട്ടരും ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ മകനോ മകളോ ഇരയായിപ്പോയെങ്കിൽ തൻ്റെ കുട്ടി ഇതിനിരയായി എന്നുള്ളത് ആരും അറിയണ്ട എന്ന് വെച്ചത് പൂഴ്ത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം പിന്നീടത് വലിയ തോതിൽ പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവം മനുഷ്യനെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അമ്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അച്ഛനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഈ അടുത്തിടയ്ക്ക് ഈ 2 മാസത്തിനിടയിൽ 70 കൊലപാതകങ്ങളിൽ 30 എണ്ണവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അതെ. അപ്പോൾ അന്നേരം വിലപിച്ചിട്ട് കാര്യമില്ല. അത് തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇത്തരം മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതിന് അതിവിപുലമായ ഒരു ക്യാമ്പയിൻ, പൊതു ക്യാമ്പയിൻ വരേണ്ടത്. എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. അതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, അത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിനടക്കം മറ്റ് വിവിധ തരത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ചർച്ച ഈ മാസം അവസാനം നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിൽ വെച്ച് ഒരു വിശദമായൊരു പരിപാടി തയ്യാറാക്കും. ഇതിൽ സാധാരണ നിലയ്ക്ക് എക്സൈസാണ് നടപടികൾ സ്വീകരിക്കുന്നത്. എക്സൈസ് മാത്രം അല്ല, ജനങ്ങളാകെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ് കൂടുതൽ ശക്തമായ രീതിയിൽ ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ടീം അവരുടേതായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. എന്നാൽ അതോടൊപ്പം സമൂഹത്തിൻ്റെ ജാഗ്രത ഇതിൽ വലിയ തോതിൽ ഉയർന്നു വരിക എന്നുള്ളതാണ്. നമുക്ക് ഈ ആപത്തിനെ നേരിട്ടേ മതിയാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് കടക്കുക. ഇപ്പോൾ സ്കൂളുകളെല്ലാം അടയാൻ പോവുകയാണല്ലോ. ഇനി മധ്യവേനൽ അവധി കഴിഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ആ തുടങ്ങുന്നതോടുകൂടി എല്ലാ വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ പരിപാടികൾ വേണം. ഏപ്രിൽ മാസം തൊട്ട് വളരെ വിശദമായ ഒരു പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കർമ്മ പദ്ധതി മനസ്സിലുണ്ട്, ഒരു വലിയ വിപുലമായ കർമ്മ പദ്ധതിയാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇങ്ങോട്ട് കടന്നു വരുന്ന എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വലിയ തോതിലുള്ള ഇടപെടലുകൾ വേണ്ടി വരും. ഈ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലുള്ള മറ്റ് മുഖ്യമന്ത്രിമാരുമായിട്ട് അങ്ങിതൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? അല്ല, ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാവും. ബംഗളൂരിൽ നിന്നൊക്കെയാണല്ലോ കൂടുതൽ. പക്ഷേ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാട്ടിലാണ് ഇതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്നാണ്. അപ്പോൾ അത് ഒരാപത്തായി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവരുടെ എല്ലാം സഹകരണം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ട് തടയാനാവശ്യമായ നടപടികൾ. ഇന്ന് ആധുനിക ഉപകരണങ്ങൾ പലതുമുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിക്കണം. സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിക്കാൻ കഴിയും. അതും വ്യാപകമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലതരത്തിലുള്ള ഇതിനെ പ്രതിരോധ നടപടികൾ പല രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്.
അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും നമുക്ക് ഈയിടെയായിട്ട് ഒരു കൊച്ചിയിലൊരു പെൺകുട്ടി അങ്ങയുടെ ശ്രദ്ധ വന്നോന്ന് എനിക്കറിയില്ല, കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതായിരുന്നു. ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ, ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന 10ാം ക്ലാസ് വന്ന് പഠിക്കുന്ന കുട്ടിയാണ്. പോകുമ്പം ഒരു ചോക്ലേറ്റ് ഒരാൾ വെച്ച് നീട്ടും. 2 ദിവസം അതിനൊരു പ്രലോഭനം വന്ന് അത് വാങ്ങിച്ച് കഴിച്ചു. അതിൽ ലഹരി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായപ്പോൾ ഈ കുട്ടി ലഹരിക്ക് അടിമയായിട്ട് ഈ കുട്ടി ഒരു കൊണ്ട് ഉപയോഗിച്ചു. എന്നിട്ട് മൊത്തം അവർ ചിത്രീകരിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞ് സോഷ്യൽ മീഡിയയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം കുട്ടി എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് എന്നോട് ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പം ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് അങ്ങ് പറഞ്ഞ പോലെ കേസാക്കുക അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ അറിയാതെ തന്നെ ഇതിൽ വീഴുന്ന സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അങ്ങയുടെ ഒരുപക്ഷെ അങ്ങേ ധീരമായെടുത്ത ചില നിലപാടുകൾ, ഒന്നാം പിണറായി സർക്കിൾ പ്രത്യേകിച്ചും, അന്ന് അങ്ങ് കുറേ സഹപ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സഹാക്കൾക്കും CPM പ്രവർത്തകർക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പോലും അന്ന് സ്റ്റേഷൻ ഭരിക്കാൻ അങ്ങ് ആരെയും അനുവദിച്ചില്ല. ഒരു നല്ല നീക്കമായിട്ടായിരുന്നു എന്നെപ്പോലുള്ള ആൾക്കാർ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോഴുള്ള ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വതന്ത്രമായി പോലീസിനും എക്സൈസിനും അനുവാദം കിട്ടുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം പോലീസ് ഈവൻ CPMകാരുടെ പേരിലും ഒക്കെ കേസ് എടുക്കുന്നു ഈ കാര്യത്തിൽ. അത് അവർ നോക്കുന്നില്ല അതൊന്നും. പക്ഷേ അങ്ങ് അതിനകത്ത് ജനങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം ജനങ്ങൾ പലപ്പോഴും ഈ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ അങ്ങയുടെ മനസ്സിലുള്ളത്. അത് ഞങ്ങളെ മാപ്പറകളെന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഭരണത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വേളയിൽ, ഞങ്ങളൊരു 14 ജില്ലയിലൂടെ ഞാൻ യാത്ര നടത്തുകയാണ്. ഞാൻ വിചാരിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ സാധാരണ മനുഷ്യരോടൊക്കെ സംസാരിക്കും, കൂടുതലും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം എനിക്ക് അങ്ങേക്ക് അറിയാൻ വേണ്ടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങേക്ക് അത് എത്തിച്ചു തരാം. പക്ഷേ ഇതിനകത്ത് അങ്ങേക്ക് ഒരു നിലപാടെന്താണ്? കാരണം ഇതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഇത് കാരണം ഇത് ഈ സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെയൊക്കെ ഒരു ആവശ്യമാണ്. നമ്മൾ ഒറ്റപ്പെട്ട കേസായിട്ട് തള്ളിയതാണ്, പക്ഷേ ഇത് ഒറ്റപ്പെട്ടതല്ല എന്ന് അങ്ങേക്കും എനിക്കും ബോധ്യമുണ്ട്. ഇതിൽ ഒരു ശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. തെറ്റ് ചെയ്യുകയും തെറ്റിനിരയാവുകയും ചെയ്യുന്നയാളെ തിരുത്തുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. രണ്ടും രണ്ടാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗം ഒരു ഭാഗമാണ്, മറ്റ് തെറ്റുകളോ കുറ്റകൃത്യങ്ങളോ വേറൊരു ഭാഗമാണ്. അത് രണ്ടും നമ്മൾ കൂട്ടിക്കലർത്തേണ്ടതായിട്ടില്ല. അപ്പോൾ മയക്കുമരുന്നിനിടയാകുന്നതാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിനോട് ഈ പൊതു സമീപനമാണ് എടുക്കേണ്ടത്. അവരെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികളിലേക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മുക്തമാക്കുക എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, വളരെ അതിർകവിഞ്ഞ് പോയതിന് ചിലപ്പോൾ കേസ് വരും. മറ്റത് ഈ മയക്കുമരുന്നിൽ നിന്ന് മുക്തമാക്കാനുള്ള അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, അവരുടെ സഹായം തേടണം. ഈ 2 നടപടികളാണ് അക്കാര്യത്തിൽ സ്വീകരിക്കുക. അതിനോടൊപ്പം ബോധവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലേഴ്സ് നല്ല നിലക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഈ കൗൺസിലേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഈ അധ്യാപകരിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപകർ അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ, ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകി. പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ, പ്രാഥമികമായ ഇടപെടൽ നടത്താൻ അവരാണല്ലോ. അതിനുശേഷം മതി മറ്റ് കൗൺസിലേഴ്സിനെടുത്ത് വിടൽ. അപ്പോൾ ആ തരത്തിലൊരു നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ നമുക്ക് സ്കൂളിൻ്റെ വിദ്യാലയങ്ങളുടെ കാര്യത്തിലുള്ള ശക്തമായ ഇടപെടൽ ഉറപ്പാക്കാൻ സാധിക്കും. അത് ഒരു ഭാഗം. മറ്റേ ഇതിനകത്തും ഈ കുട്ടി ഏതാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് ജാതിയിലാണ്, ഏത് മതത്തിലാണ്, ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ളതാണോ, ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല.